മുഖം തന്നെ ഏതോ മറ്റേ മോഹൻലാലിന്റെ ഓഡിയൻസ് സിനിമ. അങ്ങനെ അർജന്റീന ക്യാപ്പ് ഓവറിന്റെ മത്സരം കഴിഞ്ഞു. 3-2 അർജന്റീന ജയിച്ചു. ഞാൻ അലാറം വെച്ചിട്ട് അർജന്റീന തോൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ അതിലൊരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു 4-5 ചെക്കന്മാരോട്. ഞാൻ അർജന്റീന ജയിച്ചിട്ടുണ്ടെങ്കിൽ താടി വടിക്കും, അഥവാ അർജന്റീന തോറ്റാലും ഓൻ ബാക്കത്തെ മുടിയോണ്ട് വെട്ടും പറഞ്ഞിട്ട്. അപ്പോ അതിന്റെ ഒരു ചലഞ്ചിന്റെ ദിവസമാണ്. ഞാൻ എന്റെ താടി പോവാണ് മക്കളെ. എല്ലാരും ഹാപ്പിയാവും. അർജന്റീന ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ് എല്ലാരും സന്തോഷിക്കുന്നൊക്കെ അറിയാം. എന്റെ താടി പോവാൻ നിങ്ങൾ സന്തോഷിച്ചിരിക്കാണെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മള് ചെക്കന്മാരെ വെയിറ്റ് ചെയ്യപ്പോ മഴ കൊണ്ട് ഓരോ അവിടെ നിക്കണ്, ഓരോ നമ്മള് വണ്ടി കയറ്റി നമ്മള് പോവാൻ നിക്കണേ. അപ്പോ എന്തായാലും താടി പഠിക്കാം, വാ മക്കളെ. അങ്ങനെ ചെക്കന്മാര് വണ്ടി കയറിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? വെല്ലു വിളിക്കാൻ നിൽക്കരുത്. വെല്ലു വിളിച്ച ഇഞ്ഞും വേണമെങ്കിൽ പറയാ. താടി അടിക്കൂല, ഉറപ്പല്ലേ? താടി പഠിക്കാൻ പോവന്നല്ലേ, നമുക്ക് പോവന്നാ. എന്തായാലും നമുക്ക് താടി പഠിക്കാൻ പോവാ മക്കളെ. ഇന്നത്തെ അർജന്റീനയുടെ കളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അർജന്റീന നന്നായി കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്യാപ്പ് ഓവറുടെ എന്ന് പറഞ്ഞ ടീം ഫിഫ വേൾഡ് കപ്പ് ആദ്യമായിട്ടാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ആ ഒരു ടീം ഫുട്ബോളിന്റെ രാജാക്കന്മാരെ വിറപ്പിച്ചു. 2 ഗോൾ 2-2 സമനിലയിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അത്രക്ക് വലിയ ടീമാണ്. കാരണം എന്താ വെച്ചാൽ അർജന്റീനക്കെതിരെ ഇതുവരെ ഒരു ടീമും ഇങ്ങനെ കളിച്ചിട്ടുണ്ടാവില്ല ഈ വേൾഡ് കപ്പിൽ. അത്രക്കും അടിപൊളിയായി കളിച്ചു. ആ ഗോൾ കീപ്പർ ബോസില്ല, ആ ചങ്ങായിക്ക് വെറുതെ ഇത്ര ബോളേഴ്സും കാര്യങ്ങളും ഫാൻസൊക്കെ കയറി. എമ്മാരി കളി സത്യം പറഞ്ഞാൽ അർജന്റീനോട് വിറപ്പിച്ചു ക്യാപ്പ് ഓവറിന്റെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളെ ടീം ഏതായാലും ജയിച്ച്, നിങ്ങൾക്ക് പറയാനുള്ളത് ഏത് ക്യാപ്പ് ഓവറിന്റെ ഓരോ ആ ഒരു കളിയും ഒരു ഗോൾ അടിച്ചതിനൊക്കെ പറ്റി എന്താ പറയാനുള്ളത്? ഒരു ഗോൾ ഉണ്ടായിരുന്നു ബോക്സിന്റെ പുറത്ത്. എന്താ ആ ലാസ്റ്റ് 2ാമത്തെ ഗോളല്ലേ? ഓ സീന് ഗോള്. ആ ചെക്കനെ തലമ കഴിച്ചു. മാർട്ടിനസ് ഒന്നും ഇല്ലാതായി പോയി. അമ്മാര് ഗോള് അടിപൊളി ആണ്, പക്ഷെ അവിടെ ഒന്ന് പതറി പോയി. അപ്പൊ അടിപൊളി കളിയായിരുന്നു. അപ്പോ ആ ഒരു ടീമിനെ ഒരിക്കലും കൊച്ചാക്കരുത്. അത്രക്കും അടിപൊളി ടീമാണ്. കാരണം ഫസ്റ്റ് ആയിട്ട് വേൾഡ് കപ്പ് വരുന്ന ഒരു ടീം ഇങ്ങനെ കളിക്കാന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതം തന്നെ. അവര് സ്പെയിനെ സമനിലയിൽ പിടിച്ച് അവസാനം അർജന്റീന ജയിച്ചു. ഒക്കെ ശരിയാണ്, അർജന്റീന എന്തായാലും ജയിക്കും ഉറപ്പായിരുന്നു. പക്ഷെ ഞാന് തോൽക്കാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ച എന്റെ താടി പോകണ്ട വെച്ചിട്ട്. പക്ഷെ അർജന്റീന എങ്ങനെയെങ്കിലും ജയിക്കും. മെസ്സി ഉണ്ടെങ്കിൽ, ആ ചെങ്ങായി ഉണ്ടെങ്കിൽ എന്തായാലും കളി ജയിക്കണം. എന്തൊരു കഷ്ട, എല്ലാ കളിയിലും ഗോളടിച്ചു. ഇങ്ങനെ ഒരു പ്ലെയർ വേറെ ഉണ്ടടാ? എന്താ ചെയ്യ, എല്ലാ കളിയിലും ചെങ്ങായി ഗോളടിച്ചു. ഞാൻ വിചാരിക്കും ഏതെങ്കിലും ഒരു കളിയിൽ ഗോളടിക്കില്ലൊക്കെ. കഴിഞ്ഞ കളിയിലൊക്കെ ഗോളടിച്ചു, ഈ കളിയിലെങ്കിലും ഇനി ഒരു ഗോളടിച്ചൂല. ഇതിലെ ഏറ്റവും വലിയ സങ്കടം ആർക്കറിയോ? ബ്രസീൽ ഫാൻസിനല്ല, ഏറ്റവും കൂടുതൽ സങ്കടം റൊണാൾഡോ ഫാൻസിനാവും. കാരണം എന്താ വെച്ചാല് റെക്കോർഡ് പൊട്ടിച്ചോണ്ട് നിക്കാണ് മെസ്സി ഗോൾ സ്കോററിൽ അടിച്ചു കേറാ. എംബാപ്പെ വെട്ടിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഈ വേൾഡ് കപ്പിൽ ഇങ്ങനെ അർജന്റീന കയറി പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പം ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് തന്നെ ആവും. 19-ാം വയസ്സിൽ യങ് പ്ലേയേഴ്സ്, അതേപോലെ ഇംബാപ്പെ, ഹാളൻഡിനെക്കാട്ടിയൊക്കെ ഗോൾ സ്കോറിൽ ഇപ്പോഴും മുന്നിലെ ആൾക്കാരെ. അതൊരു സംഭവം ആടോ, അതൊരു സംഭവം തന്നെ കേട്ടോ. മെസ്സിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെസ്സി അടിപൊളി തന്നെയാണ്, ഇല്ലാന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷെ നമ്മുടെ ടീം ബ്രസീലായതുകൊണ്ട് നമുക്ക് മെസ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. പക്ഷെ നമ്മൾ കളി ജെന്യുവിനായിട്ട് റിവ്യൂ പറയും. മെസ്സി നന്നായി കളിച്ചെന്ന് തന്നെ പറയും. പക്ഷെ ആവേശത്തിന്റെ പുറത്ത് അറിയാതെ ബെറ്റ് വെച്ച് പോയതാ, ആകെ കുടുങ്ങി. ഇത് സംഭവം എന്താ വെച്ചാല് അർജന്റീന എല്ലാ കളി ജയിക്കുമ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ 4ാമത്തെ കളി എന്തായാലും പൊട്ടുന്നു. കാരണം അതിലൊരു കിടിലൻ ഗോൾ കീപ്പർ ഉണ്ടായതുകൊണ്ട് എന്തായാലും തോൽക്കും, മെസ്സിന്റെ എല്ലാ കാര്യങ്ങളും തടുക്കുന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും തടുത്തുക്കണം കേട്ടോ. ഗോളി നന്നായി കഷ്ടപ്പെടുന്നു. മെസ്സിയൊക്കെ 2-3 ഫ്രീ കിക്ക് അടിച്ചു, ഒക്കെ സേവ് ചെയ്ത്. ഗോൾ അടിക്കാൻ പറ്റിയ ചാൻസുകളൊക്കെ ഗോളി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഭാഗ്യമില്ല, ടീമിന് ഭാഗ്യമില്ല, ഒരു രാജ്യത്തിന് ഭാഗ്യമില്ല. അർജന്റീന ജയിച്ചു. അത്രയും വലിയ ടീമിനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെ. അതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അത്ര ടീമിനെ കുറിച്ച്, കളിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. പക്ഷെ എല്ലാരും പറഞ്ഞ് അർജന്റീന ചെറിയ ടീമിനെ കിട്ടി.
പ്രത്യേകിച്ച് ചെറിയ ടീമെന്ന് എല്ലാവരും പറയാൻ കാരണം വെച്ചാൽ ഒരു ഫസ്റ്റ് ആയിട്ടാണ് വേൾഡ് കപ്പ് വരുന്നത്. പക്ഷെ ഇതിന് സ്പെയിനിന്റെ ഫസ്റ്റ് കളി ആ സമനില അതില് പിടിച്ചപ്പോ തന്നെ എല്ലാരും വിറച്ചു. അതുകൊണ്ടാണ് ആ ടീം എല്ലാരും ചെറിയ ടീം എന്ന് പറയാനുള്ള ഉദാഹരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് വരുന്നോണ്ടും ആ ഒരു ഇതുകൊണ്ടാ പറയാൻ കാരണം. പക്ഷെ ഒരു വമ്പൻ ടീമാണ്. ഒരു വേൾഡ് കപ്പ് കടക്കുമ്പോ തന്നെ നല്ല പരിശീലനമൊക്കെ കിട്ടിയിട്ടാ വന്നിട്ടുള്ളത്. അജാതി ജനങ്ങള് 5 ലക്ഷം ജനം ആടോ. ആ രാജ്യത്ത് ആകെ 5 ലക്ഷം ആൾക്കാരുള്ളൂ. ആ ഒരു ടീം ക്വാളിഫൈ. ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യ എന്ത് മൂഞ്ചല. എത്ര 134 കോടിയാ ഇത്ര ജനങ്ങളുണ്ട്. ഇതുവരെ ഫിഫ ക്വാളിഫൈ ചെയ്തിട്ടില്ല. 5 ലക്ഷമുള്ള ആ ഒരു ടീം വരെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ ഇന്ത്യ എന്തായാലും കളിച്ചാൽ തോൽക്കും. കളി പോരാ. ഇവരെത്രയും കൂടി കളി ഉണ്ടാവില്ല. ആഫ്രിക്കൻ ടീമാണ്. അതാണ് ഓർക്കാണ് ഭയങ്കര സ്ട്രെങ്ത് ആണ്. മറ്റ് പ്ലേയേഴ്സിനെ പോലല്ല. അധികം എല്ലാ പ്ലേയേഴ്സിനും പെട്ടെന്ന് എടുത്തിടാനുള്ള ഒരു ഇതുണ്ടാവും. അവർക്ക് ബോഡി സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ കളിനെ പറ്റി ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് താടി പിടിക്കാൻ പോവാം. പേര് ബെറ്റ് ചെയ്യുന്ന അർജന്റീന തോക്കുന്ന പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ അർജന്റീന ജയിച്ചിക്കണ്. അവ പറഞ്ഞത് താടി അടിക്കുന്നതാണ്. നമുക്ക് താടി അടിക്കാൻ പോയി. താടിയാണ്ട് തൊടിയാവട്ടെ. എന്തായാലും നമ്മള് വന്നിട്ടുള്ള തിരൂരുള്ള അപ്പൊ എന്തായാലും നമുക്ക് താടി പഠിക്കാൻ പാരി. ഇവിടെ ഇരിക്കാം. ഇപ്പൊ മക്കളെ അർജന്റീന ജയിച്ചു. വെല്ലുവിളിക്കാൻ പാടില്ലേന്ന്. എന്തായാലും എന്റെ താടി പോയി. മേലെ അർജന്റീനക്കാരൊന്നും വെല്ലടിക്കാൻ പാടി കേട്ടാ. നമുക്ക് എടുത്താലോ? ആടിയ പറഞ്ഞത് ഇതെടുക്കല്ലേ? എന്താ മനസ്സുഖപ്പോ. അർജന്റീനക്കാരോട് വെല്ലുവിളിക്കാൻ പാടിയ രസമുണ്ട്. മീശക്കാരൻ മാധവൻ. ഇത് ഞങ്ങളെ വിജയം. കാരണം ഇന്റെ ഇത്രയും വലിപ്പമുള്ള മുടി ഇപ്പൊ കട്ട് ചെയ്തു. അന്ന് ഞാൻ നോട്ടിട്ട്. അതുകൊണ്ട് ഞാനാണ് ഇവന്റെ ബാക്കി എടുക്കാൻ എന്റെ മുഖം തന്നെ ഏതോ മറ്റേ മോഹൻലാലിന്റെ ഓടിയൻ സിനിമത്തെ എത്താ കോലറേ. ചോദിക്കാൻ ആ ലുക്ക് തന്നെ പോയി. ആകെ രസം ഉണ്ടായിരുന്ന താടി അതാണ് പോയി. എന്നാലും എന്റെ മെസ്സിയെ എന്നാലും മീശ വേണ്ട. അല്ലാ അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. നമ്മള് താടി ഏതായാലും ഫുള്ള് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു, എല്ലാവർക്കും ഷവായ ഓടിച്ചു കൊടുക്കുന്നു. ഷവായ ഓടിച്ചു കൊടുക്കാൻ നമ്മൾ TNT വന്നിട്ടുള്ളത്. അപ്പൊ എന്താ ഷവായിക്കല്ലേ? ഹാപ്പിയാണോ? അപ്പൊ ഷവായ വന്നു. ചെക്കന്മാര് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് കഴിച്ചോണ്ടിരിക്ക. ഷവായ എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. ലച്ചോ? TNTന്റെ ഷവായനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയണാണ്. കിട്ടില്ല ഷവായാണ്. അപ്പോ ആള് ആയി വരുന്നുള്ളൂ. രാത്രിയാണ് ഇവിടെ കൂടുതൽ ക്രൗഡായി വരിക. എന്തായാലും ചെക്കന്മാർക്ക് നല്ല ഷവായനെ മേടിച്ചെടുത്തുള്ളത്. തിരൂരിന് ഏറ്റവും ബെസ്റ്റ് ഷവായിട്ടാണ് സ്പോട്ടൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ചെക്കന്മാരെ കയ്യിൽ ഒരു കുറവ് ഞാൻ കുറച്ചിട്ടില്ല. നല്ല ഷവായനെ മേടിച്ചു കൊടുത്തത്. അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചു. താടിയും പഠിച്ചു, ഷവായി മേടിച്ചു കൊടുത്തു. പുറമെ നമ്മള് ഷവർമി മേടിച്ചു കൊടുത്തു. ഹാപ്പി അല്ലേ? എന്താ പറയാനുള്ളത്? ഹാപ്പിയാണ്. നോക്കി കണ്ടൊക്കെ അർജന്റീനക്കാരെ വലിയ ആ ആയിക്കോട്ടെ. നമ്മളെ ബ്രസീലിന്റെ ഒരു കളി വരാണ്ട്. പൊട്ടുന്നാ അപ്പൊ കാണാം. എന്തായാലും താടി പോയി. ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക,
അപ്പോൾ ഇനിയൊരു നല്ല ചലഞ്ചായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളെ മുന്നിലേക്ക്. ബൈ.